ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായതും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റിയ വിഷു സ്പെഷ്യൽ മത്തങ്ങ പാൽപ്പായസമാണ്. ഈ ഒരു പാൽപ്പായസത്തിനെ ഒരിക്കലെങ്കിലും തയ്യാറാക്കി കഴിച്ചു നോക്കണം. വളരെ ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ മത്തങ്ങ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണകരവുമാണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. ഈ ഒരു വിഷു നാളില് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേട്ടോ കൂട്ടുകാരെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് കേട്ടോ മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പാൽപ്പായസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. വിഷു സ്പെഷ്യൽ മത്തങ്ങ പാൽപ്പായസം തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിൽ മത്തങ്ങ കൊച്ചു കൊച്ചു പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുവാണ്. ഈ ഒരു അളവ് വെച്ചിട്ട് മത്തങ്ങ പാൽപ്പായസം തയ്യാറാക്കുമ്പോൾ ഒരു 15 ഗ്ലാസ് അളവാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ചുവട് കെട്ടിയുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസും റേസിൻസും പംകിൻ സീഡ് കൂടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യമേ നമുക്ക് കാഷ്യൂസിനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷമായിരിക്കണം മറ്റുള്ള കാര്യങ്ങളും കൂടെ ചേർക്കേണ്ടത്. ഈ സമയത്തൊക്കെ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണോട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ നെയ്യിൽ നിന്ന് നമുക്കിതിനെ ഒന്ന് കോരിയും കൂടെ മാറ്റണം. ഫ്രൈ ചെയ്ത നട്ട്സ് എല്ലാം നെയ്യിൽ നിന്നും കോരി മാറ്റി കഴിഞ്ഞാൽ അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ കഷ്ണങ്ങളും കൂടിയാണ് ചേർത്ത് വഴറ്റുന്നത്. ഒരു 3 മിനിറ്റ് നേരമാണ് നമുക്ക് നെയ്യിലിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. മത്തങ്ങ കഷ്ണങ്ങൾ ചെറുതായി ഒന്ന് മുരിഞ്ഞ് നല്ല സോഫ്റ്റായി വെന്ത് കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മത്തങ്ങ നല്ല സോഫ്റ്റായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവില് പാല് കൂടി ചേർക്കണം. നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങൾ വെന്തു വരാൻ ആവശ്യമായ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ കൂടുതൽ അളവാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ചേരുവകൾ കൂട്ടിയെടുക്കേണ്ടതുമാണ്. 200 ഗ്രാം അളവിലുള്ള ഈ ഒരു മത്തങ്ങ കഷ്ണത്തിന്റെ പായസം തയ്യാറാക്കാനും വേണ്ടിയിട്ട് നമുക്കൊരു 3 പാക്കറ്റ് പാലാണ് വേണ്ടത്. അതും 1/2 ലിറ്റർ അളവാണ്. പാലൊഴിച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം തിളച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടിയൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലും മത്തങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാലെല്ലാം ഒന്ന് വറ്റിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ തവി വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളെയൊക്കെ ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കാം. പാലെല്ലാം വറ്റി നല്ല വരണ്ട് വരുന്ന പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല് കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 3 സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്തിട്ടുള്ളത്. കോൺഫ്ലോർ പാലിലിട്ട് കൊടുത്ത് കട്ടകളില്ലാതെ ഒന്ന് ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങളിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം കയ്യിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതിനെ ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. അതുപോലെ പാൽപ്പായസമൊക്കെ തയ്യാറാക്കാനും വേണ്ടിയിട്ട് പാലിനെ നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷമായിരിക്കണം പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പായസത്തിന് പാൽ ചുവയൊന്നും തന്നെ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതേ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 250 ഗ്രാം അളവിൽ പഞ്ചസാര കൂടെ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 300 ഗ്രാം അളവ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മധുരം കുറച്ചാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. പഞ്ചസാരയെല്ലാം നല്ല ലൂസായി കിട്ടണം. അതുവരെയുമാണ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് നല്ല പോലെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള പാല് കൂടെ അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിച്ചതിന് ശേഷമായിരിക്കണം ഒഴിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ പായസത്തിൽ പാട ചൂടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പാൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പാലിലേക്ക് മത്തങ്ങയും കോൺഫ്ലോറും ഒക്കെ നല്ലവണ്ണം തന്നെ യോജിച്ച് കിട്ടണം. അതുവരെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഇളക്കി കൊടുത്ത് തന്നെ ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഒന്നും കൂടെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു നുള്ളുപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുവാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പായസം നല്ലതുപോലെ ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
ഒന്നുകൂടി വെട്ടി തിളച്ച് വരുന്നത് വരെയാണ് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കണം. മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. പാല് നല്ലപോലെ തിളപ്പിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അധികം ഒന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി നമ്മുടെ പായസത്തിന് പ്രത്യേക സ്വാദ് കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതിലേക്ക് വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു മത്തങ്ങ പാൽപ്പായസം തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ് കേട്ടോ. ഈ ഒരു വിഷു നാളിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കൂടി തന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. വീഡിയോ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മത്തങ്ങ പാൽപ്പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് തന്നെ വിശ്വസിക്കുവാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വിഷു നാളിനെ ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാകും. അത്രയ്ക്കും രുചിയുള്ള ഈ ഒരു പാൽപ്പായസം വീഡിയോ എല്ലാവരും കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ്. അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.